ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ മാങ്ങ വെച്ചുകൊണ്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 5-6 മാങ്ങ കിട്ടിയതായിരുന്നു. അപ്പോൾ എല്ലാം ടേസ്റ്റ് കൊണ്ട് എല്ലാവരും തിന്നൊന്നും തീർത്തു. ലാസ്റ്റുള്ളതായിരുന്നു ഇത് 2 മെല്ലെ മെല്ലെ പഴുത്ത് വരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദമാവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ മാങ്ങ സീസൺ ആവണ സമയത്ത് ഇങ്ങനെ മാങ്ങയൊക്കെ നേരത്തെ തന്നെ പറിച്ച് വെച്ചൊക്കെ പഴുപ്പിച്ച് എല്ലാ വീടുകളിലും മിക്കവാറും ഇത് എത്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മടത്ത് കിട്ടിയപ്പോൾ എനിക്കും കിട്ടിയതാണ് അതിൻ്റെ ഒരു പങ്ക്. അപ്പോൾ നല്ല അടിപൊളി മാങ്ങയാണ്, പറയാതെ വയ്യ. ശരിക്കും നമ്മൾ ഫ്രൂട്ടി ഒക്കെ കുടിക്കുന്ന സമയത്ത് ഉള്ള ആ ഒരു മാങ്ങയുടെ ഒറിജിനൽ ഫീലിംഗാണ് നമുക്കിത് കിട്ടുക. നല്ല ദശക്കട്ടിയുള്ള മാങ്ങയാണ്, അതേപോലെ തന്നെ നല്ല മധുരമാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ആദ്യം കത്തി വെച്ചൊക്കെ ഒന്ന് തൊലി ചെത്തിയെടുത്തപ്പോൾ നമ്മുടെ പീലറിൻ്റെ ഓർമ്മ വന്നിട്ട് പീലറോടൊക്കെ റെഡി ആക്കിയിട്ട് ഇപ്പോൾ 2 ഉള്ളൂ. അതിലൊന്നാണ് നന്നായിട്ട് മൂത്ത് പഴുത്തൊക്കെ ഇരുന്നത് കേട്ടോ. എന്താണെങ്കിലും ചക്കയും മാങ്ങയുടെയും സീസൺ ആകുമ്പോൾ അത് നേരാക്കാനായിട്ടൊരു ഇരുത്തുണ്ട് എല്ലാവരും കൂടിയിട്ട്. അത് നേരാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഉദ്ദേശിച്ച സാധനമൊന്നും ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1-2 കഷ്ണം എടുത്തു. രുചി സഹിക്കുക വയ്യാതെ ഇതെല്ലാം കണ്ടു നിന്ന ആളുകളും എല്ലാവരും കൈയിട്ട് വാരിയെടുത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജ്യൂസ് പരിപാടി ക്യാൻസൽ. എല്ലാവരും ഇങ്ങനെ തന്നെ കഴിച്ച് പ്ലേറ്റ് കാലിയാക്കി. അപ്പോഴാണ് ഇനി എന്താണ് ചെയ്യുകയെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അടുത്ത ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ പാർട്സ്. അപ്പോൾ ചിക്കൻ പാർട്സ് കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് നോക്കിയതാണ് കേട്ടോ. കാരണം ഇതിന് മുന്നേ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന വമ്പൻ പരാജയമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തോറ്റ് പിന്മാറിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് വന്നാലും വേണ്ടില്ല, ഇപ്രാവശ്യം ഒന്ന് ജയിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഭർത്താവ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാങ്ങിച്ചു കൊണ്ടുവന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ലിവറും പിന്നെ ആ ഒരു പോർഷൻ കൂടി ഉണ്ട്, ഒരു കുറച്ച് ഹാർഡായ സംഭവിക്കുക, പേരൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നപ്പോൾ പുറം ഭാഗമൊക്കെ ക്ലീനാക്കി ഗംഭീരമായി ഉണ്ടാക്കി നോക്കി. അപ്പോൾ അത് വേവാത്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു, കുറച്ച് കയ്പ്പൊക്കെ. പിന്നെയാണ് അറിഞ്ഞത് അതിൻ്റെ ഉൾഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് സാധനമൊക്കെ മാറ്റാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒന്ന് പരാജയപ്പെടാതെ തന്നെ ഒന്ന് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കുറേയൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ സ്വന്തം അനുഭവം കൂടി പറയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ആ പേസ്റ്റായി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും, വലിയ ഉള്ളി വലുതൊന്നാണ്, പിന്നെ ഒരു തക്കാളി, ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനാദ്യം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ നേരാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലേ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മുടെ വെളുത്തുള്ളിയാണ്. ഒരു 5-6 അല്ലി തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 6-7 ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ നന്നായി മുരിച്ചെടുക്കുകയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഒന്ന് ചേർത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി, ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ. അപ്പോൾ പാൻ വെച്ചു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഈ ചിക്കൻ പാർട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്മെല്ല് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ കൊണ്ടുവരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 പാർട്സ് മാത്രമല്ല ഇതിലുള്ളൂ, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ആ ഒരു മണം ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി ആ മണം മാറിയാലാണ് നന്നായിരിക്കുള്ളൂ തോന്നിയപ്പോൾ ഈ ഒരു ചിക്കൻ പാർട്സിനെ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് കളറ് മാറുന്ന വരേക്കൊന്ന് വഴറ്റിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണത്തിലൊക്കെ കറക്റ്റ് ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതും കഴിഞ്ഞ ശേഷം ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് അപ്പോൾ 3ഉം കൂടിയിട്ട്, അപ്പോൾ മഞ്ഞളും ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടും. പിന്നെ അത് മാത്രമല്ല
അത് ശരിക്കും വഴറ്റി അതായത് ഈ മസാല ഇതിൽ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇതിൽ നന്നായിട്ട് യോജിച്ച് വന്നൊരു ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ചൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശരിക്കും ആ ഒരു സമയത്ത് നമ്മൾ മുട്ട ബുൾസൈ ചെയ്യുമല്ലോ, കറക്റ്റായിട്ട് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ബുൾസൈ ഉണ്ടാക്കുന്ന അതേ ഒരു മണമാണ് കേട്ടോ. കാരണം ആ കുരുമുളകിൻ്റെ മണമാണ് അവിടെ മുന്തി നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു മണമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയ സ്മെല്ലൊക്കെ അവിടെ മാറി കിട്ടിയിട്ട് ഇപ്പോൾ അടിപൊളി മണമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ അത് കുക്കറിലാണ് ഞാൻ തയ്യാറാക്കാൻ വിചാരിക്കുന്നത്. കാരണം അത് കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു പീസാണ്. അപ്പോൾ അതിൽ ലിവറിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ ലിവറൊക്കെ എന്താ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ മറ്റേ ആ ഒരു സംഭവം കുറച്ച് ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ എണ്ണ ഒഴിച്ചു കൊടുത്തതാണ്. എണ്ണ ഒഴിച്ചൊന്ന് എണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ 2 ഏലക്ക, അതേപോലെ തന്നെ 2 ഗ്രാമ്പു, ഒരു 2-3 കഷ്ണം ചെറിയ പട്ടയും പിന്നെ ചേർത്ത് കൊടുത്തത് പെരുംജീരകവും കൂടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകവും ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന നേരമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വലിയ ഉള്ളി, ഒരു വലിയ ഉള്ളിയാണ്, നല്ല വലിപ്പമുള്ള ഒരു വലിയ ഉള്ളിയാണ് എടുത്തത്. അപ്പോൾ അത് മാത്രം തന്നെ മതിയാവും ഇതിലേക്ക്. അപ്പോൾ ആ വെല്ലുവിളി ഇതിലേക്ക് ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കറിയാലോ, ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അത് വഴറ്റി എടുക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ലേശം ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണത്തിന് നമ്മൾ നേരത്തെ ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ വീണ്ടും ഉള്ളി വഴറ്റുമ്പോൾ ഒന്നും കൂടി ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വക സംഭവങ്ങൾ ഉപ്പായാലും എരിവായാലും പുളിപ്പായാലും മധുരമായാലും എല്ലാം അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അതിന് വല്ലാതെ കറക്റ്റായിട്ട് അളവ് പറയണമെന്നില്ല. നമ്മൾ ഏകദേശം ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. എപ്പോഴും അധികം ഉപയോഗിക്കരുത്, കാരണം അധികം ഉപയോഗിച്ചാൽ കുറയ്ക്കണമെങ്കിൽ നമുക്ക് പണിയാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് കുറച്ചായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്തേക്ക് ഉള്ളി നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ പച്ചമുളകും ഉപ്പൊക്കെയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ചേർത്തത് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ആ ഒരു കറിവേപ്പിൻ്റെ കൂട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ലേശം വെള്ളമൊഴിച്ച് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാക്കി പോർഷൻ കൂടി മിക്സിയുടെ ജാറിന്ന് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യണം, നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോണ വരെ ആക്കി കൊടുക്കണം. അപ്പോൾ അത് ആക്കിയതിന് ശേഷം ലേശം ഞാൻ ഇപ്പോൾ ഒരു ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ പച്ചമണം മാറി കിട്ടി, അതുപോലെ തന്നെ നന്നായിട്ട് ഉള്ളിയൊക്കെ വഴറ്റി കിട്ടിയപ്പോഴാണ് മസാല ചേർക്കണം. അപ്പോൾ തീ താഴ്ത്തി വെച്ചിട്ട് ഗരം മസാല ചേർത്തു, അതേപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ടത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി, അത്ര എരിവൊന്നും ആവശ്യമില്ല എന്നുള്ള ആളുകൾക്ക്, കളർ നന്നായി തോന്നുന്നുള്ള ആളുകൾക്കൊക്കെ കാശ്മീരി യൂസ് ചെയ്യാം. ഈ ഒരു സമയത്ത് ചിക്കൻ മസാല വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ആ മസാലയൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഈ 3 കാര്യങ്ങളെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോയ സമയത്ത് നമ്മൾ ബാക്കി ആ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തക്കാളിയും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ തക്കാളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിക്കൻ കറിയൊക്കെ ആയതുകൊണ്ട് നല്ല പുളിപ്പായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ തക്കാളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പാർട്സൊക്കെ ഒന്ന് ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വല്ലാതെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം ആ ചിക്കൻ പാർട്സ് തന്നെ ഊറി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വല്ലാണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ലോണം നീളത്തിൽ എന്താ പറയുക, ചാറ് കറിയായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമല്ലോ, നല്ല കറി നല്ല വെള്ളമായിട്ട് ഉപയോഗിക്കേണ്ടവരൊക്കെ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ അങ്ങനെ ഒരു വെള്ളം പോലെ ഒരു കറിയല്ല ഉദ്ദേശിച്ചത്, കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ടൈപ്പ് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ ആകെ അത് അരച്ചെടുത്ത പാത്രത്തിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ കുക്കർ അടപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിലാണ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു വിസിൽ കൊടുത്ത് നോക്കാം നമുക്ക് വേണമെങ്കിൽ, കാരണം ലിവറിൻ്റെ പാർട്ടൊക്കെ ആയതുകൊണ്ട് അത് അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് വേവും. മറ്റേ പാർട്ട് കുറച്ച് ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഒരു വിസിൽ എടുത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തന്നെ അത് മാറ്റി വെക്കുകയാണ്. ഇനി വേണമെങ്കിൽ നമുക്കൊന്നുകൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് ആവി പോയിട്ടുണ്ട്. പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ നമുക്കിത് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളവും നമ്മൾ അധികം ചേർക്കാത്തത് കൊണ്ട് കറക്റ്റ് ആ ഒരു കൊഴുത്ത ഗ്രേവി ടൈപ്പ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ട ആളുകൾ വേണമെങ്കിൽ ലേശം കൂടിയൊക്കെ ഒന്ന് വെള്ളം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വരട്ടിയെടുക്കുക, നന്നായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ലേശം ഒരു വെള്ളം വരാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അതേ പാനിൽ തന്നെ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് അതും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഒരു വട്ടം കൂടി ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വെന്തിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ടെൻഷൻ. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തോട്ടെ വിചാരിച്ചു ഒരു വട്ടം കൂടിയിട്ട് ഒന്ന് വിസിലെടുത്ത് പാകത്തിന് ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് തുറന്ന് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് അതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് കുരുമുളക് പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും വല്ലാത്തൊരു അടിപൊളി മണം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് വേണ്ട ആളുകൾക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കുരുമുളക് പൊടി ലേശം കൂടി ഇട്ട് കൊടുത്തു. അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ പെട്ടെന്നുണ്ടായൊരു സംഭവമാണ്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വാങ്ങണമെന്നൊന്നുമല്ല, പെട്ടെന്ന് കണ്ടു. അപ്പോൾ വാങ്ങി. അപ്പോൾ എങ്ങനെയായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നത്തെയും പോലെ നമ്മളുടെ ഐറ്റംസൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള മാസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അപ്പു മാസ്റ്റർ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാനുണ്ട്. അപ്പോൾ ദോശയാണ് ഉണ്ടാക്കിയത്, ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിന് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയാൻ പറഞ്ഞപ്പോഴാണ് അപ്പോൾ അവന് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇനി ഞാനും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. എന്തായാലും ഒരു കഷ്ണം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിവറൊക്കെ ഓക്കെയാണ്. ആ മറ്റേ ഒരു കഷ്ണം മാത്രമാണ് കുറച്ചൊരു ഹാർഡായി തോന്നുന്നത്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ 2 വിസിലൊക്കെ ധൈര്യമായിട്ട് എന്തായാലും അടിച്ചോളൂ. എന്നാൽ പിന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതിന് ശേഷം ഫുള്ളായിട്ട് ആവി പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പോൾ അത് കറക്റ്റായിരിക്കും ആ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ശരിക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പാർട്സൊക്കെ വാങ്ങിയിട്ടും ചെയ്യാവുന്നതാണ്. ഒരു നേരമൊക്കെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. പിന്നെ കോമ്പിനേഷൻസൊക്കെ പലതും മാറ്റി നമുക്ക് ഉപയോഗിക്കാം. പൂളക്കിഴങ്ങാണെങ്കിലും അതല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും പിന്നെ നമ്മുടെ നൂൽപുട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചിക്കൻ്റെ പാർട്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. പക്ഷേ അതിൻ്റെ ക്ലീനിങ് കറക്റ്റായിട്ട് ചെയ്യണം. ആ ഒരു വലിയൊരു സംഭവം കിട്ടുന്നുണ്ട് അതിലൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു മാങ്ങാണ്ടി ഷേപ്പുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ ക്ലീൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.